നമസ്കാരം. ഞാൻ വിജീഷ് ഉള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ഡ്രൈവറാണ്. എല്ലാവർക്കും വിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ദിവസത്തെ മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മാനേജ് ചെയ്യാം. നിഫ്റ്റിയുടെ ട്രെൻഡിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഹയർ ലെവല് 22,500 അടുത്ത് നിഫ്റ്റി സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസിൽ അത് കാണിച്ചു തന്നിരുന്നു. അപ്പൊ അതിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഹയർ ലെവലിൽ നിന്നുള്ള ഒരു ബൈ പിന്നെ ആക്റ്റീവ് ആകുന്നത്. പക്ഷെ ലോവർ ലെവലിൽ നല്ല സപ്പോർട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ലോവർ ലെവലിൽ ഓപ്പൺ ചെയ്തിരുന്നത് 22,330 സപ്പോർട്ട് നമ്മൾ നൽകിയിരുന്നത്. 146 നിന്നാണ് നിഫ്റ്റിന്ന് ബൗൺസ് ചെയ്തു. അതിനുശേഷം നിഫ്റ്റി 22,405 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അടുത്തൊരു റെസിസ്റ്റൻസ് വരെ എക്സാക്ട് ആയിട്ട് അത് മൂവ് ചെയ്തു. 22,475 ആ ഒരു ലെവല് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. അതിനുശേഷം അടുത്തൊരു റെസിസ്റ്റൻസ് വരെ 22,520 വരെ എക്സാക്ട് ആയിട്ട് നിഫ്റ്റി മൂവ് ചെയ്തു. വന്നിരിക്കുന്ന ഒരു ഹൈ 22,521 വന്നിരിക്കുന്ന ഒരു ഹൈ. നിഫ്റ്റി അതിനുശേഷം ആയാലും ആ ഒരു ലെവലിൽ നിന്നായാലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. 475 ബ്രേക്ക് ചെയ്ത് അപ്പൊ ആ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴെയാണ് 475 സപ്പോർട്ടിന്റെ ഒരു താഴെയാണ് നിഫ്റ്റി ആയാലും ക്ലോസ് ചെയ്ത് നിലനിൽക്കുന്നത്. നിഫ്റ്റിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ ആയാലും ഈ ഒരു ലെവല് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. അതുപോലെ താഴത്തേക്ക് വരുമ്പോഴായാലും നിഫ്റ്റിക്കായാലും 22,300 അടുത്തും 200 അടുത്തൊക്കെ 200 തൊട്ട് താഴെ നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലുണ്ട്. അപ്പൊ അത് ആ ഒരു സപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ എങ്ങനെ ഹോൾഡ് ചെയ്യും എന്ന അടിസ്ഥാനമാക്കിയായിരിക്കണം നമുക്ക് വരും ദിവസത്തെ ഒരു ട്രെൻഡ് നമുക്ക് തീരുമാനിക്കേണ്ടത്. എന്നാലും ഹയർ ലെവല് ഈ ഒരു ലെവലിലൊക്കെ നിഫ്റ്റിക്ക് ഒരു ഷോർട്ട് സെല്ലിംഗ് തന്നെയാണ് സാധ്യത. വരും ദിവസത്തിൽ നമുക്ക് മാനേജ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഹയർ ലെവലിൽ നമ്മൾ ഇന്ന് സൂചിപ്പിച്ചു തരുന്ന റെസിസ്റ്റൻസ് തന്നെ നമുക്ക് എടുത്താൽ മതി. 22,475. 22,000 ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നാലും 22,475 താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. പക്ഷെ 475 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസ് 22,505 505 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. വേറെ റെസിസ്റ്റൻസ് നൽകാനില്ല. 505 താഴെ സസ്റ്റെയിൻ ചെയ്താൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പൊസിഷൻ ആക്സെപ്റ്റ് ചെയ്യുക. ഫണ്ട് റിവേഴ്സിന്റെ സാധ്യത ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 22,505 റെസിസ്റ്റൻസിന്റെ മുകളിലാണ്. അതിനുശേഷം 505 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. 475 ബ്രേക്ക് ചെയ്താൽ ഹയർ ലെവലിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ആവും. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ലോവർ ലെവലിലെ സപ്പോർട്ടുകൾ നമുക്ക് നോക്കാം. നിഫ്റ്റിക്കായാലും ലോവർ ലെവല് സപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാനേജ് ചെയ്യുക. 22,410 ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ശ്രദ്ധിക്കണം. തൊട്ട് താഴെ സപ്പോർട്ട് ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തത് അല്ലെങ്കിൽ 410 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് താഴെ ഓപ്പൺ ചെയ്ത് ചെറിയ ടൈമിന്റെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ശ്രദ്ധിക്കണം. താഴെ സപ്പോർട്ട് ഉണ്ട്. സപ്പോർട്ട് ക്വിക്കായിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നതെന്ന് നോക്കുക. പൊസിഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ ക്വിക്കായിട്ട് ബ്രേക്ക് ചെയ്ത് പോകണം. തൊട്ട് താഴെ സപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. 185 സപ്പോർട്ടാണ്. കാരണം ഈ ഒരു സപ്പോർട്ടൊക്കെ നൽകുന്നത് നിലനിൽക്കാൻ സാധ്യമായിട്ടൊരു സപ്പോർട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് നിലനിർത്തുണ്ടോ എന്ന് നോക്കുക. കേസ് ഓപ്പർച്യൂണിറ്റിയോ ബൈർ ഓപ്പർച്യൂണിറ്റിയോ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതിനുശേഷം 22,330 അപ്പോൾ സപ്പോർട്ട് ലെവലിൽ തൊട്ടടുത്ത് വരുന്ന സമയത്ത് ഷോർട്ട്സ് ആൻഡ് പൊസിഷൻ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബൈയുടെ പൊസിഷൻ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ക്വിക്കായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് വീണ്ടും റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈക്ക് കൂടുതൽ സാധ്യത കാണുന്നത്. ലോവർ ലെവലിൽ 22,330 സപ്പോർട്ടാണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിലാണ് വീക്ക്നെസ് വരുന്നത്.
22,485 സപ്പോർട്ട് താഴെയാണെങ്കിൽ ക്വിക്കായിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 330 ബ്രേക്ക് ചെയ്താൽ താഴെ സപ്പോർട്ട് കാണുന്നത് 22,200 അടുത്താണ് സപ്പോർട്ട് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന സപ്പോർട്ടും 22,200 ലെവൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ നമ്മൾ കൃത്യമായിട്ട് അത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫിനിറ്റി ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തില് എക്സാക്ട് ആയിട്ട് ഫിനിറ്റിന് സപ്പോർട്ട് നമ്മൾ നൽകിയിരുന്നു. ഫിനിറ്റിനെ മാനേജ് ചെയ്യാനായിട്ട് ഫിനിറ്റിന് വർക്ക് ചെയ്ത് നോക്കാം. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത് 21,108. ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു. സോറി 21,080 റെസിസ്റ്റൻസ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഓപ്പണിംഗ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്താൽ ഇത് തന്നെയാണ് നിഫ്റ്റിയുടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. ഈ ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു, നമ്മൾ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രമാണ് നൽകുന്നത്. നമുക്ക് ഈ ഒരു ലെവലിലൊന്നും വേറെ സപ്പോർട്ടുകൾ കാണുന്നില്ല. റൈറ്റ് സപ്പോർട്ട് ഇവിടെയാണ് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് നമ്മൾ എക്സാക്ട് ആയിട്ട് നൽകിയിരുന്നു. ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് എക്സാക്ട് ആയിട്ട് ആക്ടും ചെയ്തിരുന്നു. അപ്പോൾ ഫിനിറ്റയിലും റൈറ്റ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഓപ്പൺ ചെയ്തിരുന്നത് സപ്പോർട്ട് റേഞ്ചിലായിരുന്നു. 47,335 47,450 സപ്പോർട്ടിന് ഒരു താഴെയായിരുന്നു ഓപ്പണിംഗ് തന്നെ നമുക്ക് ചെറിയ ടൈപ്പിലെ ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം 450 സപ്പോർട്ടിന്റെ താഴെ ഷോർട്ട് സെല്ലാണ് വീക്ക്നെസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഒരിക്കലും ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തു. അതിനുശേഷം ഈ ഒരു സപ്പോർട്ട് 335 സപ്പോർട്ട് ഹോൾഡ് ചെയ്തു. 450 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ ഒരു ക്യാനില് ബൈയിലേക്ക് ആക്ട് ചെയ്തു. അതിനുശേഷം സ്ലോ മൊമെന്റ് ആയിരുന്നാലും ബൈ സെന്റിമെന്റ് തന്നെയായിരുന്നു. അടുത്ത റെസിസ്റ്റൻസിന്റെ അടുത്ത് വരെ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തിരുന്നു. 47,720 നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. അതിന് മുകളിലേക്കായാലും ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ആ ഒരു ലെവലില് ബാങ്ക് നിഫ്റ്റി ഹയർ ലെവലിൽ റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലോവർ ലെവലിൽ 47,310 സപ്പോർട്ടാണ്. 47,310 സപ്പോർട്ടാണ്. 350 സപ്പോർട്ടാണ്. ഹയർ ലെവലാണെങ്കിൽ 705 താഴെ പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യതയുണ്ട്. 705 മുകളിൽ ബൈ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. പിന്നെ താഴെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 705 മുകളിൽ ഓപ്പൺ ചെയ്താലും ഇതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. നിഫ്റ്റിയിലും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ലോവർ ലെവൽ സപ്പോർട്ട് 47,580 സപ്പോർട്ട് കാണുന്നത്. 580 ബ്രേക്ക് ചെയ്താലാണ് കൂടുതൽ വീക്ക്നെസ്. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 580 സപ്പോർട്ട് താഴെയാണെങ്കിൽ ക്വിക്കായിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടും. ചെറിയ ടൈമിന്റെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും 47,475 സപ്പോർട്ട് ആണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 580 റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ വീണ്ടും താഴത്തേക്ക് വരുന്ന സമയത്ത് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 47,350 47,310 ലോവർ ലെവൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഈ സപ്പോർട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ടി ഇതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആണ്. 310 താഴെ നിലനിർത്തിയ വീക്ക്നെസ് ആണ് കൂടുതൽ പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യത. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് ഒരു ദിവസം അപ്ഡേറ്റ് വീണ്ടും കാണാം. ലൈവിംഗ് ഏരിയ ഷെയർ കമ്പനി പ്രതീക്ഷിക്കുന്നു. നന്ദി.